അവൻ്റെ അതിവിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശുദ്ധ പോൽക്കാലം സർവശക്തനെ ഒരിക്കൽ കൂടി ആരാധിക്കാൻ സ്വർഗത്തിൻ്റെ ദൈവം നമുക്ക് കൃപ ചെയ്തോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ സ്തോത്രം. ദൈവം ഹല്ലേലൂയ സ്തോത്രം നല്ലവനും വല്ലവനുമായിരുന്നു നമ്മളെ ഹല്ലേലൂയ സ്തോത്രം ശേഷിപ്പിച്ച് പരിശുദ്ധനെ ആരാധിപ്പാൻ ദൈവം കൃപ കാണിച്ചു കൊടുത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. നമുക്ക് അല്പസമയം ചിന്തയ്ക്ക് വേണ്ടി 1 പത്രോസിന് എഴുതിയ ലേഖനം 2-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വായിച്ചു. എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് വചനം മായമില്ലാതെ എന്ത് ചെയ്യണം? മായമില്ലാതെ കുടിപ്പാൻ വാഞ്ചിപ്പിൻ. മനുഷ്യർ എന്ത് ചെയ്തു? തള്ളിയതെങ്കിലും ദൈവത്തിന്റെ സന്നിധിയിൽ അവൻ ആരാ? ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും പണിയപ്പെടുന്നു. ഞാൻ ശ്രേഷ്ഠവും മാന്യമായ ഒരു കല്ല് സിയോനിൽ ഇടുന്നു, അവനിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ഏത് കല്ലാന്നാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്? ആ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ആ മാന്യത ഉണ്ട്. ഏത് കല്ലായിട്ടാണ് വിശ്വസിക്കേണ്ടത്? ഹല്ലേലൂയ സ്തോത്രം. വചനം മായമില്ലാതെ പഠിപ്പിക്കണമെന്നാണ് ഹല്ലേലൂയ സ്തോത്രം പത്രോസ് പറയുന്നത്. ഏത് പാറയായിട്ട് അല്ലെങ്കിൽ ഏത് കല്ലായിട്ടാണ് ഹല്ലേലൂയ സ്തോത്രം വിശ്വസിക്കേണ്ടത്? ഹല്ലേലൂയ സ്തോത്രം. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 26-ാം അധ്യായം 4-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. യഹോവയാം യാഹിൽ ദൈവത്തിൽ എന്തുണ്ടെന്നാ പറഞ്ഞേ? ശാശ്വതമായ യാഹിൽ ദൈവത്തിൽ ശാശ്വതമായ ഒരു എന്തുണ്ട്? ഒരു പാറയുണ്ട്. നിങ്ങൾ എന്തുകൊണ്ട് ദൈവത്തിൽ എന്നേക്കും എന്ത് ചെയ്യണം? ആശ്രയിക്കണം. ഈ പാറയെ കുറിച്ച് ആരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്? ആദാമിനോട് പറഞ്ഞിട്ടുണ്ട്, അബ്രഹാമിനോട് പറഞ്ഞിട്ടുണ്ടല്ലേ? പലരോടും എന്ത് ചെയ്തു? പ്രവാചകന്മാർ മുഖാന്തരം ദൈവം എന്ത് ചെയ്തു? അരുളി ചെയ്ത് ഇങ്ങനെ ഒരു ദൈവം യഹോവയാം യാഹിൽ ഒരു പാറ ഉണ്ട്. ആ പാറയാണ് ദൈവം ഇട്ട പാറയാണ്. ആര്? ക്രിസ്തു. ആ മൂലക്കല്ലാണ്, അല്ലെങ്കിൽ ഇടർച്ചക്കല്ലും തടങ്ങൽ പാറയുമായിട്ട് എന്ത് ചെയ്തിരിക്കുക? വിശ്വസിക്കാത്തവർക്ക്. നമ്മൾ വിശ്വസിക്കുന്ന നമ്മൾക്ക് എന്തുണ്ടെന്നാ പറഞ്ഞേ? മാന്യതയുണ്ട്. വായിക്കേ 1 പത്രോസ് വായിച്ചാട്ടെ. വിശ്വസിക്കാത്തവർക്കോ നിങ്ങൾ തള്ളിയ കല്ല് തന്നെ ആരായി തീർന്നു? മൂലക്കല്ലും ഇടർച്ചക്കല്ല. ആരിലുണ്ടായിരുന്ന കല്ലായത്? ദൈവത്തിലുണ്ടായിരുന്ന കല്ലായിരുന്നു അല്ലേ? ആ കല്ലിനെ ദൈവം എവിടെ ഇട്ടു? സിയോനിൽ എന്ത് ചെയ്തു? ഇട്ടു. ഹല്ലേലൂയ സ്തോത്രം. വിശ്വസിച്ചത് ദൈവത്തിൽ നിന്ന് വന്ന കല്ല അല്ലെങ്കിൽ ദൈവത്തിൽ നിന്നുള്ള പാറയാണെന്ന് വിശ്വസിച്ചവർക്ക് എന്തുണ്ട്? മാന്യതയുണ്ട്. ദൈവത്തിന്റെ പുത്രനാണെന്നുള്ളത് വിശ്വാസമുള്ളവർക്ക് ആ മാന്യതയുണ്ട്. ഇല്ലാത്തവർക്ക് ആരാ അത്? ഇടർച്ചക്കല്ലും തടങ്കൽ പാറയും ആയിത്തീർന്നു. വായിക്കും. അവർ എന്ത് ചെയ്യുന്നു? അതിനായിട്ട് എന്ത് ചെയ്തു? നിയമിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക്. ഏത് പ്രകാശമാ? യാഗിലുണ്ടായിരുന്ന പാറയാകുന്ന ക്രിസ്തുവിലുള്ള പ്രകാശം. കേട്ടോ, ആ പ്രകാശത്തിൽ വിളിച്ചിരിക്കുന്ന ഒരു ജാതിയും മുമ്പേ നിങ്ങൾ ആരല്ല ജനമല്ലാത്തവർ ഇപ്പോഴോ ഇപ്പോഴും എന്ത് ചെയ്തു? കാരണം ഈ യാഗിൽ യാഗിൽ ഒരു പാറയുണ്ടെന്ന് വിശ്വസിച്ചവരൊക്കെ ആരാന്നാ പറഞ്ഞേ? കരുണ ലഭിച്ചവരാ. ദൈവത്തിലുണ്ടായിരുന്ന അല്ലെങ്കിൽ പാറയാണ് ക്രിസ്തു എന്നുള്ള വിശ്വാസമുള്ളവരെല്ലാം ആരാ? കരുണ ലഭിച്ചവരാ. ഹല്ലേലൂയ സ്തോത്രം. ഇത് യെശയ്യാപ്രവാചകന്റെ പുസ്തകം 28-16 പറഞ്ഞിരിക്കുന്നത് ഈ പ്രവചനം. ഹല്ലേലൂയ സ്തോത്രം. അതും കൂടെ ഒന്ന് വായിച്ചാട്ടെ. 28-16 കൂടെ ഒന്ന് വായിച്ചാട്ടെ. ഒരു അടിസ്ഥാന കല്ല് ഇട്ട കല്ലാണ് ക്രിസ്തു. ദൈവം ആരാ? പാറയാ. ദൈവത്തിൽ നിന്ന് ഇട്ട കല്ലാണ് ക്രിസ്തു. ഈ അറിവാണ് നമുക്ക് എന്ത് ചെയ്യണം? വചനം എങ്ങനെ ഭക്ഷിക്കണം എന്ന് പറഞ്ഞേ? മായമില്ലാതെ ഭക്ഷിക്കണം. ഹല്ലേലൂയ സ്തോത്രം. ഇവർ തൃത്തക്കാർ പറയുന്ന ദൈവവും പാറ ക്രിസ്തുവും പാറ അല്ലേ? ദൈവവും ദൈവം
പുത്രനും ദൈവം. ഹല്ലേലൂയ സ്തോത്രം. ഇത് തന്നെയാണ് ഹല്ലേലൂയ സ്തോത്രം യേശുനാമക്കാരും എന്ത് ചെയ്യുന്നത്, പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. ഒൺലി ജീസസ് എന്ന് പറയുന്ന യേശുനാമക്കാർ കേട്ടോ, നമ്മളല്ല. ഒൺലി ജീസസ് എന്ന് പറയുന്നത് വിശ്വസിക്കുന്ന ഒരു കൂട്ടരുണ്ട്. ഹല്ലേലൂയ. അത് പിതാവ് തന്നെയാണ് പുത്രനായിട്ട് വന്നതെന്ന് പറഞ്ഞ് വിശ്വസിക്കുന്ന ഹല്ലേലൂയ സ്തോത്രം ഒരു കൂട്ടരുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. അവരും ഇങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത്. നമുക്ക് വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം 2-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാൽ. വെളിപ്പാട് പുസ്തകം 4:2. സിംഹാസനം എത്ര എണ്ണം ഉണ്ട് സ്വർഗത്തില്? ഒരു സിംഹാസനം വെച്ചിരിക്കുന്നതും സിംഹാസനത്തിൽ എത്ര പേരുണ്ട്? ഒരുവൻ ഇരിക്കുന്നതും കണ്ടു. മതി. അവിടെ എത്ര പേര് ഇരിക്കുന്നതുണ്ട്? ഒരുവൻ ഇരിക്കുന്ന കണ്ടത്. ഹല്ലേലൂയ സ്തോത്രം. ആ ഇരിക്കുന്നവൻ ആരാന്ന് യെശയ്യാവ് പ്രവചിച്ചിട്ടുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6:1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുന്നു. ഉസ്സീയാവ് മരിച്ച ആണ്ടിൽ ദൈവം ഉയർന്നും പൊങ്ങിയമായ സിംഹാസനത്തിൽ കർത്താവ്, അല്ലേ? വായിച്ചേ. കർത്താവ് എന്ന് വെച്ചാൽ സൃഷ്ടാവായ കർത്താവ് കേട്ടോ, സൃഷ്ടികർത്താവ്. സൃഷ്ടിയാകുന്ന കർത്താവല്ല, സൃഷ്ടികർത്താവ്, ഉണ്ടാക്കിയ കർത്താവ്. രണ്ട് കർത്താവിനെ കുറിച്ച് ബൈബിളിൽ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഒന്നാരാ? സൃഷ്ടിയായ കർത്താവ്. അതാരാ? യേശു കർത്താവ്. സ്മോൾ ലെറ്ററിലെ ലോഡാണ് എഴുതിയിരിക്കുന്നത്. മറ്റേതാരാ? സൃഷ്ടിച്ച കർത്താവ്, സൃഷ്ടാവ്. മനസ്സിലായോ? സൃഷ്ടികർത്താവ് വേറെ, നമുക്ക് ദൈവം തന്നിരിക്കുന്ന കർത്താവ് മുഴുവനുണ്ട്. നമ്മുടെ എല്ലാ കാര്യവും നടത്തുവാൻ വേണ്ടി ദൈവം ആക്കി വെച്ച കർത്താവുണ്ട്. അതാണ് ദൈവത്തിന്റെ പുത്രൻ. അതിൽ സൃഷ്ടിയാകുന്ന കർത്താവുമുണ്ട്, സൃഷ്ടാവാകുന്ന കർത്താവുമുണ്ട്. ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായ വലിപ്പവും തികവുമേറിയ സൃഷ്ടിയിൽ കൂടി വന്ന കർത്താവാണ് ദൈവത്തിന്റെ പുത്രൻ. എല്ലാം സൃഷ്ടിച്ചവനാണ് ആ പിതാവായ കർത്താവ്. അതിനെയാണ് ആ കർത്താവ് അവിടെ ഇരിക്കുന്നത് കണ്ടത്. വെളിപ്പാടിൽ കാണുന്നത് സിംഹാസനത്തിൽ എത്ര പേരെ കാണുന്നത്? ഒരുവൻ ഇരിക്കുന്നത്. ഉസ്സീയാവ് ഇനി കാണുന്നുണ്ട്. ഉസ്സീയാവ് മരിച്ച ആണ്ടിൽ യെശയ്യാവ് കാണുന്നുണ്ട്. വായിച്ചാട്ടെ. കണ്ടു. സൈന്യങ്ങളുടെ യഹോവ കർത്താവിന്റെ പേരാണ് യഹോവ. എബ്രായ ഭാഷയില് യഹോവ, അല്ലെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം ജീസസ്. ഹല്ലേലൂയ. സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ 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 എന്ന് എന്ത് ചെയ്തു? അവര് മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? അതുവരെ എന്തില്ലായിരുന്നു? ദർശനമില്ലായിരുന്നു. ഉസ്സീയാവ് മരിക്കുന്നവരെ വരെ എന്തില്ല? ഹല്ലേലൂയ സ്തോത്രം. യെശയ്യാവ് ഹല്ലേലൂയ. ഉസ്സീയാവ് മരിക്കുമ്പോഴാണ് ഈ ദർശനം കാണുന്നത്. എന്തുകൊണ്ടാണ് ഉസ്സീയാവ് മരിച്ചത്? ഉസ്സീയാവ് ആരായിരുന്നു? 2 ദിനവൃത്താന്ത പുസ്തകം അതിന്റെ 26-ാം അധ്യായം 16 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാട്ടെ. ഈ ഉസ്സീയാവ് എന്തുകൊണ്ടാണ് മരിച്ചെന്ന് വായിച്ചേ. ഉസ്സീയാവിന്റെ ഹൃദയം എന്ത് ചെയ്തു? തന്റെ നാശത്തിനായിട്ട് എന്ത് ചെയ്തു? നിഗളിച്ചു. എങ്ങനെയാ നിഗളിച്ചത്? അവൻ ദൈവത്തോട് കുറ്റം ചെയ്യാൻ അവൻ നിഗളിച്ചുകൊണ്ട് കുറ്റം ചെയ്ത. എന്ത് കുറ്റമാണ് ചെയ്തത്? ആ ധൂപപീഠത്തിൽ ആർക്കാണ് അധികാരമുള്ളത്? പുരോഹിതന്മാർക്കാണ് അധികാരമുള്ളത് അവിടെ ധൂപം കാട്ടുവാൻ. ഇവന് ആ രാജാവ് എന്ത് ചെയ്തു? ധൂപവുമായിട്ട് ആലയത്തിലേക്ക് ചെന്ന്. വേഗത്തിൽ വായിച്ചു. 80 പുരോഹിതന്മാരും ചേർന്നിട്ട് എന്ത് ചെയ്തു? അകത്ത് ചെന്ന് നിനക്ക് വിഹിതം അല്ലെങ്കിൽ നിനക്ക് അധികാരമുള്ള കാര്യമല്ല ദൈവത്തിന് ധൂപം കാട്ടുന്നത്. നീ രാജാവായിരിക്കാം, പക്ഷെ നീ എന്ത് ചെയ്യരുത്? ദൈവത്തിന്റെ ആലയത്തിൽ കയറി ധൂപം കാട്ടരുത്. വായിക്കേ. ഇതാർക്കാണ് ധൂപം കാട്ടാൻ അധികാരമുള്ളത്? വിശുദ്ധീകരിക്കപ്പെട്ടവർക്കാ. അങ്ങനെ വിശുദ്ധീകരിക്കപ്പെട്ടവർ എങ്ങനെയാ ധൂപം കാട്ടാൻ പോകുന്നത്? രക്തത്തോടു കൂടിയാ പോകുന്നത്, അല്ലേ? അവരെ പോകാവുള്ളൂ. അതെങ്ങനെ? ഹല്ലേലൂയ സ്തോത്രം. യേശു എങ്ങനെയാ പോയത്? രക്തത്തോടു കൂടിയാ പോയത്. വായിച്ചാട്ടെ. മാനമായിരിക്കില്ല. വേഗത്തിൽ വായിക്കും. ധൂപകലശവും പിടിച്ചിരിക്കെ ഉസ്സീയാവ് ചെയ്തു. ദൈവത്തിന്റെ ധൂപകലശവും വെച്ചുകൊണ്ട് എന്ത് ചെയ്തു? കോപിച്ചു. ദൈവത്തിന്റെ പുരോഹിതന്മാരോട് കോപിച്ചുകൊണ്ടിരിക്കയിൽ തന്നെ 81 പേരുണ്ടല്ലേ? അസര്യായ പുരോഹിതന് വേറെ 80 പേരും, അല്ലേ? കോപിച്ചുകൊണ്ടിരിക്കയിൽ അവന്റെ നെറ്റിയിൽ എന്ത് ചെയ്തു?
പുരോഹിതന്മാർ കാണെ അവന്റെ നെറ്റിമേൽ കുഷ്ഠം പൊങ്ങി. കണ്ടോ എന്തുകൊണ്ടായി ഈ ദർശനം നിന്ന് പോയത്? അവന്റെ നെറ്റിയിൽ എന്തുണ്ടായി? കുഷ്ഠം ഉണ്ടായി. കുഷ്ഠരോഗികളൊക്കെ ദൈവസന്നിധിയിൽ വരാൻ പറ്റുമോ? അന്ന് ഹല്ലേലൂയ ന്യായപ്രമാണകാലത്ത് കുഷ്ഠരോഗികളൊക്കെ എവിടെയായിരിക്കണം? ഹല്ലേലൂയ അവർക്ക് പ്രത്യേക സ്ഥലവാ. ഇവിടെ എവിടെ വെച്ചാണ് കുഷ്ഠം ഉണ്ടായത്? ദൈവത്തിന്റെ ആലയത്തിൽ വെച്ച്. അപ്പൊ ദൈവത്തിന്റെ ആലയം എന്തായി തീർന്നു? അശുദ്ധിയായി തീർന്നു അല്ലേ? വായിക്കും. മഹാപുരോഹിതനായ അഹസ്യാവും സകല പുരോഹിതന്മാരും നോക്കി അവന്റെ നെറ്റിയിൽ കുഷ്ഠം പിടിച്ചിരിക്കുന്നത് കണ്ടിട്ട് ക്ഷണം അവിടെ നിന്ന് പുറത്താക്കി. ക്ഷണനേരം കൊണ്ട് അവനെന്ത് ചെയ്തു? ആലയം എങ്ങനെയുള്ളതാ? വിശുദ്ധമായ സ്ഥലത്ത് നിന്ന് അവനെ എന്ത് ചെയ്തു? പുറത്താക്കി. ഈ കുഷ്ഠരോഗിയെ തൊടുന്നവരൊക്കെ എങ്ങനെയായിരിക്കണമെന്നാ ഹല്ലേലൂയ പറഞ്ഞിരിക്കുന്നത്? മോശ പറഞ്ഞേക്കുന്നത് സന്ധ്യ വരെ എന്തായിരിക്കണം? അവൻ അശുദ്ധിയുള്ളവനായിരിക്കണമെന്ന്. വായിക്കേ. ബന്ധപ്പെട്ടു. അങ്ങനെ ഉസിയ രാജാവ് ജീവന് കുഷ്ഠരോഗിയായി തീർന്നു. അവൻ യഹോവയുടെ ആലയത്തിൽ നിന്ന് 22 വരെ ഭ്രഷ്ടനായിരുന്നതിനാൽ പ്രത്യേക ശാലയിൽ അവനെ എന്ത് ചെയ്തു? കുഷ്ഠരോഗിയായി താമസിച്ചു. പിന്നെ അവന് പകരം ആരായിരുന്നു? അവന്റെ മകനായ യോഥാം രാജധാനിക്ക് മേൽവിചാരകനായ ദേശത്തിലെ ജനത്തിന് ന്യായപാലനം ചെയ്തു. അവന്റെ മകൻ എന്ത് ചെയ്തു? ന്യായപാലനം. ഇതുകൊണ്ടാണ് എന്ത് ചെയ്തത്? ദർശനം ഇല്ലാതായി പോയി. എവിടെ വെച്ച്? ദൈവത്തിന്റെ ആലയത്തിൽ വെച്ച് അവൻ എന്ത് ചെയ്തു? കുഷ്ഠം പൊങ്ങി. എന്താ ചെയ്തത്? അവൻ ചെയ്ത നെഗളിച്ചല്ലേ? അവന് നെഗളം ഉണ്ടായിട്ട് അവൻ എന്ത് ചെയ്തു? ദൈവത്തിന്റെ ധൂപകലശം എന്ത് ചെയ്യാൻ പറ്റുമോ? വിശുദ്ധന്മാരെടുക്കേണ്ട ധൂപകലശം ആരെടുത്തു? രാജാവ്. ഹല്ലേലൂയ സ്തോത്രം. അത് കഴിഞ്ഞിട്ട് ആ ഉസിയാവ് മരിച്ചതിന് ശേഷമാണ് ആർക്ക് ദർശനം കിട്ടുന്നത്? യെശയ്യാവിന് ദർശനം കിട്ടുന്നത്. അപ്പം യെശയ്യാവ് പറയാണ്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഞാൻ അശുദ്ധിയുള്ള ജനങ്ങളുടെ മധ്യേ ഞാൻ എന്ത് ചെയ്യുന്നു? വസിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ ദർശനത്തിൽ എങ്ങനെയാ കാണുന്നത്? സിംഹാസനത്തിൽ എത്ര പേരിരിക്കുന്ന കാണുന്നത്? വെളിപ്പാട്ടിൽ എത്ര പേരെ കണ്ടത്? ഒരുവനെ ഇരിക്കുന്ന. 4:8 കൂടെ ഒന്ന് വായിച്ചാട്ടെ. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം 8 മുതൽ. 4 ജീവികളും ഓരോന്നിന് 6 ചിറകും ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള യെശയ്യാവ് പറയുന്ന 3 പ്രാവശ്യം പരിശുദ്ധൻ എന്നാ പറഞ്ഞല്ലേ? അവിടെ വെളിപ്പാട് പുസ്തകത്തിൽ എന്താ പറഞ്ഞത്? വിശ്രമം കൂടാതെ പരിശുദ്ധൻ 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 എന്ന് എന്ത് ചെയ്തോണ്ടിരിക്കുക? അവിടെ സിംഹാസനത്തിൽ എത്ര പേർക്ക് പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് പറയുന്നത്? സിംഹാസനത്തിൽ ഒരുവനായിരിക്കുന്നത്. ദൈവം പറയുന്നത്, ഞാൻ എൻ്റെ മഹത്വം മറ്റൊരുവനും വിട്ടുകൊടുക്കുകയില്ല. ഹല്ലേലൂയ സ്തോത്രം. പുത്രനാം ദൈവം എന്ന് പറഞ്ഞ ഒരുത്തനേ ഉണ്ടായിരുന്നുള്ളൂ. അവനെ ദൈവം വെട്ടി എന്ത് ചെയ്തു? താഴെ അയച്ചു. ഹല്ലേലൂയ സ്തോത്രം. യേശുവിനെ ആരാക്കി വെച്ചിട്ട് നമുക്ക് കർത്താവാക്കി വെച്ചിരിക്കുക. ആ കർത്താവിനെ എന്ത് ചെയ്തിരിക്കുന്നത്? ഇന്ന് ഹല്ലേലൂയ മായമായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ആ പാറ ആരാന്നുള്ളത് അറിവ് അവർക്ക് ഇല്ല. അപ്പൊ ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി ഇവര് യേശു കർത്താവ് വരുന്നുണ്ടല്ലോ. യേശുവിന്റെ 2-ാം വരം ഉണ്ടല്ലേ? അപ്പൊ ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള ദൈവം എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ വരുന്നവൻ ക്രിസ്തു ആണെന്നുള്ള ക്രിസ്തു തന്നെയാണ് വരുന്നത്, അല്ലെങ്കിൽ ക്രിസ്തുവാണ് നമ്മളെ ചേർക്കാൻ വരുന്നത്, സത്യം. എന്നാൽ മനുഷ്യരോട് കൂടെ ദൈവത്തിന്റെ വാസം. അപ്പം ദൈവം അവിടെ വരും. ആര് വരും? രാജ്യം പിതാവിനെ ഏൽപ്പിച്ചതിന് ശേഷം പുത്രൻ താൻ പിതാവിന് കീഴ്പ്പെട്ടിരിക്കും. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് അതിലേക്കൊക്കെ ഞാൻ വരാം. അപ്പോൾ ഹല്ലേലൂയ. അപ്പൊ ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനും ആരാണ്? അത് പുത്രനാണ്. അപ്പൊ അത് ദൈവമാണെന്നാണ്, അത് പുത്രനെ കുറിച്ചാണ് പഠിപ്പിക്കുന്നതെന്നാണ് ആര് പഠിപ്പിക്കുന്നത്? യേശു നാമക്കാര് പഠിപ്പിക്കുന്നത്. ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനും ഹല്ലേലൂയ സ്തോത്രം പുത്രനാണെന്നാണ് അവർ പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് രാപകൽ എന്ത് ചെയ്തു? വിശ്രമം കൂടാതെ പറഞ്ഞുകൊണ്ടിരുന്നു. എന്നേക്കും ജീവിച്ചിരിക്കുന്നവനായി സിംഹാസനത്തിൽ ഇരിക്കുന്നവന് ആ ജീവികൾ മഹത്വവും ബഹുമാനവും സ്തോത്രവും കൊടുക്കുമ്പോഴൊക്കെയും 24 മൂപ്പന്മാരും എന്ത് ചെയ്തു? സിംഹാസനത്തിൽ ഇരിക്കുന്നവന് മുമ്പിൽ വീണ് എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ എന്ത് ചെയ്തു? എന്നിട്ട് പറയും, കർത്താവേ നീ സർവവും സൃഷ്ടിച്ചവൻ ആരാ? ദൈവം. ഹല്ലേലൂയ സ്തോത്രം. ഇരിക്കുന്നവൻ ആരാ? വരുന്നവൻ ആരാന്നുള്ളതിനെ കുറിച്ചാണ് ഹല്ലേലൂയ സ്തോത്രം ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത്. ഹല്ലേലൂയ സ്തോത്രം. വായിച്ചോട്ടെ. ഇരിക്കുന്നവൻ നമസ്കരിച്ച്, കർത്താവേ നീ സർവവും സൃഷ്ടിച്ചവനും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യൻ എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ കിരീടങ്ങളെ സിംഹാസനത്തിന് മുമ്പിൽ എന്ത് ചെയ്തു? ഇടും. ഹല്ലേലൂയ സ്തോത്രം. അപ്പൊ ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനും ഈ പുത്രനാണെന്നാണ് ആര് പഠിപ്പിക്കുന്നത്? യേശു നാമക്കാർ പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. വെളിപ്പാട് പുസ്തകത്തിൽ തന്നെ അതിന്റെ മറുപടി അല്ലെങ്കിൽ അതിന്റെ ഹല്ലേലൂയ സ്തോത്രം ഉത്തരം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. 5-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ചാട്ടെ.
സിംഹാസനത്തിൽ എത്ര പേരുണ്ട്? ഒരുവൻ. അവന്റെ വലം കൈയിൽ അകത്തും പുറത്തും ആ. എഴുത്തുള്ളതായി 7 മുദ്രയാൽ മുദ്രയിട്ട ഒരു പുസ്തകം കണ്ടു. കണ്ടു. അകത്തും പുറത്തും എഴുത്തുള്ളതായി ഒരു മുദ്രയിട്ട പുസ്തകം കണ്ടു. വായിക്കും. ആ പുസ്തകം തുറക്കുവാനും അതിന്റെ മുദ്ര പൊട്ടിക്കുവാനും ആ. യോഗ്യനാരുള്ളൂ എന്ന് അത്യുച്ചത്തിൽ ഘോഷിക്കുന്ന ശക്തനായ ഒരു ദൂതനെയും കണ്ടു. കണ്ടു. പുസ്തകം തുറക്കുവാനോ നോക്കുവാനോ പുസ്തകം തുറക്കുവാനോ നോക്കുവാനോ സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും ആർക്കും കഴിഞ്ഞില്ല. പുസ്തകം തുറന്ന് വായിക്കുവാനെങ്കിലും അത് നോക്കുവാനെങ്കിലും യോഗ്യനായി ആരെയും കാണായക കൊണ്ട് ഞാൻ എന്ത് ചെയ്തു? ഏറ്റവും കരഞ്ഞു. ആരാ കരഞ്ഞ? യോഹന്നാൻ ഏറ്റവും കരഞ്ഞു. വായിക്കും. അപ്പോൾ മൂപ്പന്മാരിൽ ഒരുത്തൻ കരയേണ്ട, യഹൂദ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ അതിന്റെ 7 മുദ്ര പൊട്ടിക്കുവാനും തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു. അപ്പൊ അവിടെ സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ ആരായിരുന്നു? ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനും ആരാ? മനുഷ്യരോട് കൂടെ ദൈവത്തിന്റെ വാസം. പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും ആര് വരും? ദൈവം വരും. രാജ്യം പിതാവിനെ ഏൽപ്പിക്കും. അതിനെക്കുറിച്ച് ഞാൻ താഴോട്ട് പഠിപ്പിച്ചു തരാം. അപ്പൊ ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവ്വശക്തിയുള്ള ദൈവം പുത്രനല്ല. പുത്രൻ വരും നമ്മളെ ചേർപ്പാൻ. ഈ വരുന്നവനെ കുറിച്ച് ആരെ കുറിച്ചാണ് പറഞ്ഞേക്കുന്നത്? അത് പിതാവിനെ കുറിച്ചാണ് പറഞ്ഞേക്കുന്നത്. വായിച്ചാട്ടെ, താഴോട്ട് വായിച്ചാട്ടെ. അപ്പൊ 7 മുദ്ര പൊട്ടിപ്പാൻ യോഗ്യൻ എന്ന് ആരെ കുറിച്ചാണ് പറഞ്ഞത്? പുത്രനെ കുറിച്ചാണ് പറഞ്ഞേക്കുന്നത്. വായിക്കും. 10 വരെ വായിക്കും. ഒരു കുഞ്ഞാട് അറക്കപ്പെട്ടതുപോലെ ഉണ്ട്. സിംഹാസനത്തിൽ എത്ര പേരുണ്ടായിരുന്നു? ഒരുവൻ. ഉസിയാവ് മരിച്ച ആണ്ടിൽ യെശയ്യാവ് കണ്ടപ്പോഴും ഒരുവനേ ഉള്ളൂ. വെളിപ്പാടിൽ യോഹന്നാൻ കണ്ടപ്പോഴും ഒരുവനേ ഉള്ളൂ. അപ്പൊ അവനാണ് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനും. അല്ലെങ്കിൽ ആരുടെ കൂടെ? പുതിയ ആകാശത്തിലേക്ക് പുതിയ ഭൂമിയിൽ എന്ത് ചെയ്തു? വരുമ്പോൾ അവിടെ ആരുണ്ടാവും? ദൈവം. വരുന്നവനുമായി വായിക്കും. വലം കൈയിൽ നിന്ന് പുസ്തകം എന്ത് ചെയ്തു? 24 മൂപ്പന്മാരും ഓരോരുത്തൻ വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയും ധൂപകലശവും നിറഞ്ഞ് പൊൻകലശവും പിടിച്ചുകൊണ്ട് കുഞ്ഞാടിന്റെ മുമ്പാകെ വീണു. പുസ്തകം വാങ്ങുവാനും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായിട്ട് എന്ത് ചെയ്തു? ഇത് ആർക്ക് വേണ്ടിയാ വിലയ്ക്ക് വാങ്ങിയത്? സിംഹാസനത്തിൽ ഇരിക്കുന്നവന് വേണ്ടി എന്ത് ചെയ്തു? അപ്പൊ സിംഹാസനത്തിൽ ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനും ആരാ? പിതാവാ. മനസ്സിലായോ? അല്ലാതെ അതുകൊണ്ട് ഇവർ പഠിപ്പിക്കുന്ന ബാക്കി കാര്യം എന്ത് ചെയ്യില്ല, വായിക്കില്ല. അപ്പൊ ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവ്വശക്തിയുള്ള ദൈവം പുത്രനാണെന്നാണ് ആര് പഠിപ്പിക്കുന്നത്? ഓൺലി ജീസസുകാര് പഠിപ്പിക്കുന്നത്. എന്നാൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടത് ആരാന്ന് പറഞ്ഞേ? ദൈവമാണ്. ദൈവത്തിന്റെ അടുത്ത് പുസ്തകം വാങ്ങുന്നവൻ ആരാ? അതാണ് പുത്രൻ. വായിക്കേ. ഹല്ലേലൂയ, സ്തോത്രം. വായിച്ചേ 10 വരെ. അവനെ രാജ്യവും പുരോഹിതന്മാരും ആക്കി വെച്ചു. അവർ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയ പാട്ട് അവർ പാടുന്നു. മതി. ഹല്ലേലൂയ, സ്തോത്രം. 7-9 മുതൽ ഒന്ന് വായിച്ചോട്ടെ. ഇതിന്റെ ശേഷം സകല ജാതികളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിലും നിന്നുള്ളതായി ആർക്കും എണ്ണിക്കൂടാത്ത ഒരു മഹാപുരുഷാരം വെള്ളനിലയങ്കി ധരിച്ച് കയ്യിൽ കുരുത്തോലയുമായി സിംഹാസനത്തിനും കുഞ്ഞാടിനും മുമ്പാകെ നിൽക്കുന്നത് ഞാൻ കണ്ടു. രക്ഷ എന്നുള്ളത് ആർക്കൊക്കെ ഉള്ളതാ? സിംഹാസനത്തിൽ ഇരിക്കുന്നവനായ നമ്മുടെ ദൈവത്തിന്. അപ്പൊ സിംഹാസനത്തിൽ ആരായിരുന്നേ? ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനും ആട്ട് ഇരുന്നവൻ. അവിടെ ആരാത്? പിതാവായ ദൈവം കേട്ടോ. രക്ഷ എന്നുള്ളത് സിംഹാസനത്തിൽ ഇരിക്കുന്നവനായ നമ്മുടെ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും ദാനമെന്ന് അത്യുച്ചത്തിൽ എന്ത് ചെയ്തു? അല്ലല്ലേ, ദൈവത്തിന്റെ വചനം എത്ര പ്രാവശ്യം ശുദ്ധി ചെയ്തതാ? 7 പ്രാവശ്യം ശുദ്ധി ചെയ്ത. അപ്പൊ ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനും ആരാ? ദൈവമാ. എന്നാൽ നമ്മെ ചേർക്കാൻ വരുന്നവൻ ആരാ? ക്രിസ്തു. അവന്റെ വരവും സമയം സംബന്ധിച്ച് പിതാവല്ലാതെ സ്വർഗത്തിലെ ദൂതനോ പുത്രനും കൂടെ എന്ത് ചെയ്യുന്നില്ല, അറിയുന്നില്ല. വായിച്ചാട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. 12 വരെ വായിച്ചാട്ടെ. ആമേൻ. നമ്മുടെ ദൈവത്തിന് എന്നേക്കും സ്തുതിയും മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും ആമേൻ എന്ന് പറഞ്ഞു. ദൈവത്തെ നമസ്കരിച്ചു. ആരെയും നമസ്കരിച്ചു? അവിടെ പുത്രനെയാണ് നമസ്കരിച്ചത്. ആരെ നമസ്കരിച്ചു? ദൈവത്തെ നമസ്കരിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. അത് തന്നെയാണ് ഹല്ലേലൂയ, സ്തോത്രം. പിന്നെ യേശു പറഞ്ഞ മത്തായിയുടെ സുവിശേഷം 4:10 പറഞ്ഞ എന്താ? ദൈവത്തെ മാത്രം എന്ത് ചെയ്യണം? നമസ്കരിക്കണം. അത് വായിക്കണ്ട. ഹല്ലേലൂയ, സ്തോത്രം.
പ്രൈസ് ദി ലോർഡ്. 7:14 മുതൽ ഒന്ന് വായിച്ചാട്ടെ. വെളിപ്പാട് തന്നെ. യജമാനൻ അറിയുന്നുവല്ലോ, വായിക്കും. യജമാനൻ അറിയുന്നുവല്ലോ എന്ന് ഞാൻ പറഞ്ഞതിന് അവൻ എന്നോട് പറഞ്ഞത്, ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ. ഇവരെവിടെ നിന്ന് വന്ന? മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് അവർ ദൈവത്തിന്റെ സിംഹാസനത്തിന് മുൻപിൽ ഇരുന്ന് അവന്റെ ആലയത്തിൽ രാപ്പകൽ അവനെ ആരാധിക്കുന്നു. ആരെ ആരാധിക്കുന്നത്? ദൈവത്തിന്റെ സിംഹാസനത്തിൽ മുമ്പിൽ ഇരുന്ന് സിംഹാസനത്തിൽ ഇരിക്കുന്നവനെ രാപ്പകൽ എന്ത് ചെയ്യും? ആരാധിക്കുക. ആരാ ആരാധിക്കുന്നത്? യേശുവിന്റെ രക്തം കൊണ്ട് തങ്ങളുടെ വസ്ത്രത്തെ അലക്കിയവർ അല്ലേ? എന്ന് വെച്ചാൽ വസ്ത്രം എന്താ? ജീവിതം അല്ലെ? പാപത്തെ എന്ത് ചെയ്തു? കഴുകിയവർ എന്ത് ചെയ്തു? ദൈവത്തെ ആരാധിക്കും. വായിച്ചാട്ടെ. ദൈവം അവർക്ക് ആരായിരിക്കും എന്ന് പറഞ്ഞേ? കൂടാരമായിരിക്കും. വായിക്കും. അവർക്ക് വിശക്കുകയില്ല, ദാഹിക്കുകയില്ല, തട്ടുകയുമില്ല. ദൈവം കുഞ്ഞാട് അവരെ എന്തിലേക്ക് എങ്ങോട്ട് നടത്തും? ഈ കുഞ്ഞാടാന്ന് അറക്കപ്പെട്ട കുഞ്ഞാട് ആരാ? നമ്മുടെ കർത്താവ് നമ്മളെ എന്ത് ചെയ്യും? ദൈവത്തിലേക്ക് നടത്തുകയും ദൈവം താൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം എന്ത് ചെയ്യും? തുടച്ചു കളയും. ഹല്ലേലൂയ, സ്തോത്രം. ദൈവം എങ്ങനെയാ കണ്ണുനീര് തുടച്ചു കളയുന്നത്? ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരുടെ ഹല്ലേലൂയ കണ്ണുനീരെല്ലാം ആര് തുടയ്ക്കും? വിശ്വസിക്കുന്നവർക്ക് ദൈവം എന്ത് ചെയ്യും? കണ്ണീരെല്ലാം തുടച്ച്. ഹല്ലേലൂയ, സ്തോത്രം. എങ്ങനെ വിശ്വസിക്കണം എന്നാ പറഞ്ഞേ? ഹല്ലേലൂയ. അറക്കപ്പെട്ട കുഞ്ഞാടിന്റെ രക്തത്താൽ കഴുകപ്പെട്ടവർ സിംഹാസനത്തിൽ എത്ര പേരുണ്ടെന്ന് വിശ്വസിക്കും? ഒരുവനുണ്ടെന്ന് വിശ്വസിക്കും. ഹല്ലേലൂയ, സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 1:29-30 വായിച്ചാട്ടെ. ആ കുഞ്ഞാട് ആരാ? ഹല്ലേലൂയ, സ്തോത്രം. വായിച്ചാട്ടെ, വേഗത്തിൽ വായിക്കും. യോഹന്നാന്റെ സുവിശേഷം 1:29-30 വായിച്ചാട്ടെ. പിറ്റേ ദിവസം യേശു കണ്ടിട്ട് ലോകത്തിന്റെ പാപം ചുമന്നു നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടാ. ഇവിടെ നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ ആരെയാ പറഞ്ഞത്? ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടത് ആരാ? യേശു. ഇതാരാ പറയുന്നത്? സ്നാപകയോഹന്നാൻ പറയുക അല്ലേ? ഹല്ലേലൂയ, സ്തോത്രം. ഇതാ ലോകത്തിന്റെ പാപങ്ങളെ ചുമന്നു നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. വെളിപ്പാട് പുസ്തകത്തിൽ പറയുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. കുഞ്ഞാട് അവരെ മേയിച്ച് ജീവജലത്തിന്റെ ഉറവുകളിലേക്ക് എന്ത് ചെയ്യും? നടത്തുകയും ദൈവം താൻ അവരുടെ കണ്ണിൽ നിന്ന് എന്ത് ചെയ്യും? കണ്ണിനിരക്കുകയും. ഹല്ലേലൂയ, സ്തോത്രം. എന്താണ് ഈ ആട് ആട് ആടെന്ന് പറഞ്ഞിരിക്കുന്നത്? ഹല്ലേലൂയ, സ്തോത്രം. ആരെയാണ് ആടെന്ന് പറഞ്ഞിരിക്കുന്നത്? ആടിനോട് ഉപമിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചാണ് എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 36, 37, 38 വായിക്കേണ്ട. മനുഷ്യരാകുന്ന ആട്ടിൻകൂട്ടം. എന്ത് കൂട്ടമാ? മനുഷ്യരാകുന്ന ആട്ടിൻകൂട്ടം. മനുഷ്യരാണ്. ആര്? യേശു കർത്താവ് ആരാന്ന് പറഞ്ഞത്? ഒന്നാം മനുഷ്യൻ മണ്ണുകൊണ്ടുള്ളവൻ, രണ്ടാം മനുഷ്യൻ സ്വർഗീയൻ. മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ച പോലെ നമ്മൾ ആരുടെ പ്രതിമ ഇനി ധരിക്കും? ഹല്ലേലൂയ, സ്തോത്രം. വേഷത്തിൽ മനുഷ്യനായിട്ടാണ് ഇവിടെ വന്നത്. ആ വേഷത്തിൽ മനുഷ്യൻ അതുപോലെ ഒരു മനുഷ്യനാണെന്ന് പറഞ്ഞാണ് ആര് പഠിപ്പിക്കുന്നത്? യഹോവ സാക്ഷിക്കാര് പഠിപ്പിക്കുന്നത്. എന്നാൽ യേശുവിനെ ദൈവം ആരാക്കി വെച്ചു? നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ തന്നെ ദൈവം ആരാക്കി വെച്ചു? ക്രിസ്തുവും കർത്താവും ആക്കി വെച്ചു. നമ്മുടെ കർത്തൃത്വമൊക്കെ ഇപ്പൊ ആരാ നടത്തുന്നേ? ഹല്ലേലൂയ, സ്തോത്രം. വാഴ്ചകളും അധികാരങ്ങളും ദൂതന്മാരും ഒക്കെ ആർക്കാ കീഴ്പ്പെട്ടിരിക്കുന്നേ? ക്രിസ്തുവിന് കീഴ്പ്പെട്ടിരിക്കുക. കീഴാക്കി കൊടുത്തവൻ ഒഴികെ. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തി 20-ാം 28-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ വെളിപ്പാട് വായിച്ചു. കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്ന അതുകൊണ്ട് അവർ ദൈവത്തിന്റെ സിംഹാസനത്തിന് മുമ്പിൽ ഇരുന്ന് അവന്റെ ആലയത്തിൽ രാപ്പകൽ എന്ത് ചെയ്യും? ഹല്ലേലൂയ, സ്തോത്രം. അവനെ എന്ത് ചെയ്യും? ആരാധിക്കുന്നു. വെളിപ്പാട് പുസ്തകത്തിൽ പറയുമ്പോൾ ഹല്ലേലൂയ, സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തിയിൽ പറയുകയാണ്, നിങ്ങളെ തന്നെയും സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന കണ്ട സ്വന്തം രക്തത്താൽ. അപ്പൊ യേശുവിനെ ഹല്ലേലൂയ, സ്തോത്രം കർത്താവ് എന്ന് വിശ്വസിക്കുകയും അവന്റെ രക്തത്താലാണ് ഹല്ലേലൂയ നമ്മൾ വീണ്ടെടുക്കപ്പെട്ടെന്ന്, നമ്മുടെ അങ്കി അലക്കിയതെന്നും അല്ലെങ്കിൽ നമ്മുടെ പാപം കഴിയുമെന്നും വിശ്വസിക്കുന്നവർക്ക് ആരെ ആരാധിക്കാൻ പറ്റും? ദൈവത്തെ ആരാധിക്കാൻ പറ്റും. ഹല്ലേലൂയ, സ്തോത്രം. വെളിപ്പാട് പുസ്തകം 11-15 കൂടെ ഒന്ന് വായിച്ചാട്ടെ. 11-ാം 15-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. 7-ാമത്തെ ദൂതൻ ഊതിയപ്പോൾ ലോകരാജ്യത്വം നമ്മുടെ കർത്താവിനും. കേട്ടോ, നമ്മുടെ കർത്താവ് എന്ന് പറയുന്നത് നമ്മുടെ ആരാ? ദൈവം. നമ്മുടെ കർത്താവിനും അവന്റെ ക്രിസ്തു ആരാ? അഭിഷക്തൻ. അവന്റെ അഭിഷക്തൻ ആരാ? യേശു ക്രിസ്തു. ആയിത്തീർന്നിരിക്കുന്നു. അവൻ എന്നേക്കും വാഴും. അവൻ എന്നേക്കും വാഴുന്ന സ്വർഗത്തിൽ നിന്നൊരു മഹാഘോഷം ഉണ്ടായി. ദൈവസന്നിധിയിൽ
24 മൂപ്പന്മാരും കവിണ്ണ വീണ് ദൈവത്തെ നമസ്കരിച്ചു പറഞ്ഞത്, ദൈവത്തെ നമസ്കരിച്ച് പറഞ്ഞത്, സർവശക്തിയുള്ള കർത്താവായ ദൈവമേ. ഇതുകൊണ്ട് കർത്താവായ ദൈവം എന്ന് വെച്ചാൽ സൃഷ്ടികർത്താവാ കേട്ടോ. യേശു കർത്താവ് ഏത് കർത്താവാ? അല്ലല്ല, സൃഷ്ടിയാകുന്ന കർത്താവ്. ദൈവം സൃഷ്ടിച്ച കർത്താവ്. മറ്റേ പിതാവായവനോ സകലത്തെയും സൃഷ്ടിച്ച കർത്താവ്. വായിക്ക്. അതാ മൂപ്പന്മാര് പറയുന്നത്. കർത്താവായ ദൈവമേ. നമ്മൾ യേശു ആരാ? കർത്താവായ യേശു ക്രിസ്തുവാ. മനസ്സിലായോ? ഇത് കർത്താവായ ദൈവം. പുത്രനെ കർത്താവായ ദൈവം എന്നും പറഞ്ഞിട്ടില്ല. മനസ്സിലാകുന്നുണ്ടോ? പുത്രൻ ദൈവം അല്ലാത്തത് കൊണ്ട് കർത്താവായ ദൈവം എന്ന് പഠിപ്പിച്ചിട്ടില്ല. വായിക്ക്. കർത്താവായ ദൈവമേ, ഇരിക്കുന്നവനും ഇരുന്നവനുമായുള്ളവേ. അതാരാ ഇരിക്കുന്നവനും ഇരുന്നവനും? യേശു കർത്താവിനെ അല്ലെങ്കിൽ ഇരിക്കുന്നവനും ഇരുന്നവനുമാണോ? അല്ല. യേശു ക്രിസ്തു എവിടെയായിരുന്നു നമ്മൾ പഠിച്ചത്? ദൈവത്തിന്റെ കഴിഞ്ഞ പ്രസംഗങ്ങളൊക്കെ കേൾക്കുന്നവർക്ക് അറിയാം. യേശു എവിടെയായിരുന്നു? ലോകസ്ഥാപനത്തിന് മുമ്പേ ദൈവത്തിന്റെ ജ്ഞാനത്തിൽ ഇരുന്നവനാ. ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനും ആരാ? പിതാവാ. വായിച്ചാട്ടെ. ഇരുന്നവനുമായുള്ളവേ, നീ എങ്ങനെ വാഴുന്നത്? മഹാശക്തി ധരിച്ച് വാഴുകയാൽ. ആരെയാ സ്തുതിക്കുന്നത്? മൂപ്പന്മാരൊക്കെ പിതാവായ ദൈവത്തെ സ്തുതിക്കുന്നു. ജാതികൾ കോപിച്ചു, നിന്റെ കോപവും വന്നു. മരിച്ചവരെ ന്യായം വിധിപ്പാനും വിശുദ്ധന്മാർക്കും ചെറിയവർക്കും വലിയവരുമായി നിന്റെ ഭക്തന്മാർക്ക് പ്രതിഫലം കൊടുപ്പാനും ഭൂമിയെ നശിപ്പിക്കുന്നവരെ നശിപ്പിക്കാനുമുള്ള കാലം വന്നു. അപ്പോൾ സ്വർഗത്തിലെ ദൈവാലയം തുറന്നു പ്രത്യക്ഷമായി. മതി. 14:6 കൂടെ ഒന്ന് വായിച്ചത്. 14:6 നിത്യസുവിശേഷം. എന്താണ് നിത്യസുവിശേഷം? വേറൊരു ദൂതൻ ആകാശമധ്യേ പറക്കുന്നത് ഞാൻ കണ്ടു. ഭൂവാസികളായ സകല അറിയിപ്പാൻ, എല്ലാവരെയും അറിയിപ്പാൻ അവന്റെ ഒരു പക്കൽ ഒരു നിത്യ സുവിശേഷം ഉണ്ടായിരുന്നു. എന്തായിരുന്നു ആ സുവിശേഷം? എന്താണ് നിത്യ സുവിശേഷം? ദൈവത്തെ ഭയപ്പെട്ട് അവന് മഹത്വം കൊടുക്കണം. അതാണ് സുവിശേഷം. ആർക്കാ മഹത്വം കൊടുക്കേണ്ടത്? ആരാധിക്കേണ്ടത് ആരെയാ? യേശുവിന്റെ നാമത്തില് പിതാവായ ഏകദൈവത്തെയാണ് ആരാധിക്കേണ്ടത്. അതിന്റെ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 8:4 മുതലുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. വായിച്ചാട്ടെ. അത് വായിക്കണ്ട, ഇത് വായിച്ചാട്ടെ. ദൈവത്തെ ഭയപ്പെട്ട് അവന്റെ മഹത്വം കൊടുപ്പീൻ. ആരെ വേണം നമസ്കരിക്കാൻ? ആകാശവും ഭൂമിയും സമുദ്രവും നീരുറവയും ഉണ്ടാക്കിയവനെ നമസ്കരിപ്പിൻ എന്ന് അവർ അത്യുച്ചത്തിൽ എന്ത് ചെയ്തു? ആമേൻ, സ്തോത്രം. അത്യുച്ചത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നു. ആരെ ആരാധിക്കണം? പുസ്തകം വാങ്ങിയവനെ അല്ല, പുസ്തകം വാങ്ങിയവന്റെ നാമത്തിൽ ആരാധിക്കണം. സിംഹാസനത്തിൽ ഒരുവൻ ഇരിപ്പുണ്ട്. അവന്റെ പേരാണ് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനും. അല്ലെങ്കിൽ ദൈവത്തിന് ആദിയുമില്ല അന്തവും ഇല്ല. പുത്രൻ എന്തുണ്ട്? ഒരു ആദിയുണ്ട്. അല്ലെങ്കിൽ ആ സ്തോത്രം. ദൈവത്തിന്റെ പുത്രൻ എന്തുണ്ട്? ആദ്യമുണ്ട്. അല്ലെങ്കിൽ ദൈവത്തിന്റെ ജ്ഞാനത്തിലായിരുന്നു അവനല്ലേ. അതിനുശേഷം ദൈവം എന്ത് ചെയ്തു? വാക്കിനാൽ എന്ത് ചെയ്തു? അവനെ സൃഷ്ടിച്ച് എന്ത് ചെയ്തു? സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയിൽ തകർക്കുന്നുള്ള വചനം എന്ത് ചെയ്തു? കാലസമ്പൂർണ്ണ വന്നപ്പോൾ എന്ത്? സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ക്രിസ്തു എന്ത് ചെയ്തു? അല്ലെങ്കിൽ ആ സ്തോത്രം. 14:12 കൂടെ ഒന്ന് വായിച്ചിട്ട് വെളിപ്പാട് പുസ്തകം. ദൈവത്തിന്റെ കൽപ്പനയും യേശുവിലുള്ള വിശ്വാസം കാത്തുകൊള്ളുന്ന വിശുദ്ധന്മാരുടെ ഇവിടെ ആവശ്യം. അല്ലെങ്കിൽ ആ സ്തോത്രം. എന്തുകൊണ്ടാണ് ഇവിടെ ആവശ്യം? സഹിഷ്ണുത. ആരെ വിശ്വസിക്കണം? ദൈവകൽപ്പന എന്ത് ചെയ്യണം? വിശ്വസിക്കണം. അല്ലെങ്കിൽ ആ സ്തോത്രം. 15:3 കൂടെ ഒന്ന് വായിച്ചാട്ടെ. അവർ ആര്? ഈ യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ട് തങ്ങളുടെ അങ്കി വെളുപ്പിച്ച് ദൈവത്തെ ആരാധിക്കുന്നവർ ആ പാടുന്ന പാട്ടാണ്. ഏത് പാട്ടാണ് അവർ പാടുന്നത്? അവർ ദൈവത്തിന്റെ ദാസനായ മോശയുടെ പാട്ടും കുഞ്ഞാടാര ക്രിസ്തുവിന്റെ പാട്ടും എന്ത് ചെയ്ത് പാടി ചൊല്ലിയത്. എങ്ങനെയാ അവർ പാടിയത്? മോശയുടെയും ക്രിസ്തുവിന്റെ. മോശ എന്താ പറഞ്ഞേ? എന്നെ പോലെ ഒരു പ്രവാചകനെ ജനത്തിന്റെ ഇടയിൽ നിന്ന് ദൈവം നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഉയർപ്പിച്ചു തരും. ഹല്ലേലൂയ, സ്തോത്രം. എന്നിട്ട് അവർ പാടുന്ന ഏത് പാട്ടാ പാടുന്നത്? സർവശക്തിയുള്ള ദൈവമായ കർത്താവേ. മറ്റേ കർത്താവായ യേശു ക്രിസ്തു. ഇവിടെ ആരാ? ദൈവമായ കർത്താവേ, നിന്റെ പ്രവൃത്തികൾ വലുതും സർവ്വജാതികളുടെയും രാജാവേ. സർവ്വജാതികളുടെയും രാജാവ് ആരാ? സർവശക്തൻ. സർവ്വജാതികളുടെയും രാജാവേ, നിന്റെ വഴികൾ നീതിയും സത്യവും ഉള്ളവ. കർത്താവേ, ആർ നിന്റെ നാമത്തെ ഭയപ്പെടാതെയും മഹത്വപ്പെടുത്താതെയും ഇരിക്കും. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തെ ഹല്ലേലൂയ ഭയപ്പെടാതെ മഹത്വപ്പെടാതെ ഇപ്പൊ ഇരിക്കുന്നവരുണ്ടല്ലോ. പുത്രനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ടല്ലോ. പുത്രനാം ദൈവം എന്ന് പറഞ്ഞ് ആരാധിക്കുന്ന ആരെയാ?
ലൂസിഫറിനെയാണ് ആരാധിക്കുന്നത്. അവരെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഭയപ്പെടാതെ മഹത്വപ്പെടുത്താതെ ഇരിക്കും, നീയല്ലോ ഏക പരിശുദ്ധൻ. എത്ര പരിശുദ്ധനുണ്ട്? ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് യേശു പറഞ്ഞല്ലേ, നിങ്ങളല്ലേ നല്ലവനെന്ന് പറയുന്നവൻ എന്ത്? ദൈവം ഒരുവനല്ലാതെ നല്ലവൻ ആരുമില്ലെന്ന് പുത്രൻ പറഞ്ഞു. പക്ഷെ നമ്മുടെ പാസ്റ്റർമാർക്കൊന്നും എന്ത് ചെയ്തിട്ടില്ല, അത് വെളിപ്പെട്ടിട്ടില്ല. ഹല്ലേലൂയ, സ്തോത്രം. യേശു അങ്ങനെ പറഞ്ഞു. എന്നാൽ യേശു നല്ലവനല്ലേ? പുത്രൻ നല്ലവനല്ലേ? എന്നാൽ ദൈവത്തോട് സമൻ അവനാക്കിയോ? ഇല്ല. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ പറയാണ്, നീയല്ലോ ഏക പരിശുദ്ധൻ, നിന്റെ ന്യായവിധികൾ വിളങ്ങി വന്നാൽ സകല ജാതികളും വന്ന് തിരുസന്നിധിയിൽ എന്ത് ചെയ്യും? അപ്പൊ സകല ജാതികൾ ആരെയും ഇനി ആരാധിക്കാൻ പോണത്? ദൈവത്തെ. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തെയാണ് ആരാധിക്കാൻ പോകുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. 19:1 മുതൽ ഒന്ന് വായിച്ചാട്ടെ. 19 അധ്യായം വെളിപ്പാട് തന്നെ. കേട്ടത് ഹല്ലേലൂയ, രക്ഷയും മഹത്വവും ശക്തിയും നമ്മുടെ ദൈവത്തിനുള്ളത്. ആർക്കാ ഉള്ളത്? രക്ഷയൊക്കെ മഹത്വമൊക്കെ നമ്മുടെ ദൈവത്തിനുള്ളത്. വായിക്കുക. അപ്പൊ പുത്രനാരാ ദൈവം ആരാന്നുള്ള അറിവ് നമുക്ക് എന്ത് ചെയ്യണം? ഉണ്ടാകണം. വായിക്കുക. ശിക്ഷ വിധിച്ചു. പിന്നെയും അവർ ഹല്ലേലൂയ. വായിക്കുക. 24 മൂപ്പന്മാര് 4 ജീവികളും ആമേൻ ഹല്ലേലൂയ. ആര് സിംഹാസനത്തിൽ ആരാ ഇരിക്കുന്നെന്നാ പറഞ്ഞേ? ദൈവമായിരിക്കുന്നു കേട്ടോ. അപ്പൊ ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനും ആരാ? മനസ്സിലായോ? ആ ദൈവത്തെ. ഇത് ഇടർച്ചക്കല്ലും തടങ്ങൽ പാറയാണ് ഈ വിശുദ്ധ വേദപുസ്തകം. അനേകർക്ക് ഇത് എന്ത് ചെയ്യില്ല, വെളിപ്പെടുകയില്ല. അതുകൊണ്ട് പുത്രനാ ദൈവം എന്ന് പറഞ്ഞാൽ ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനും പുത്രനാന്ന് പറഞ്ഞാണ് അവർ വിശ്വസിക്കുന്നത്. എന്നാൽ സിംഹാസനത്തിൽ ആരായിരിക്കുന്നത്? ദൈവം. ഹല്ലേലൂയ, സ്തോത്രം. വായിച്ചാട്ടെ. വീണ്ടും നമസ്കരിച്ചു. വായിക്കേ. നമ്മുടെ ദൈവത്തിന്റെ സകല ദാസന്മാരും 10 വരെ വായിച്ചു. വായിക്കും. ഇടിമുഴക്കം പോലെയും പെരുവെള്ളത്തിന്റെ ഇരച്ചൽ പോലെയും തകർത്ത ഇടിമുഴക്കം പോലെയും ഞാൻ കേട്ടത്. ഹല്ലേലൂയ, സർവശക്തിയുള്ള നമ്മുടെ ദൈവമായ കർത്താവ് രാജ്യത്തിൽ ഇരിക്കുന്നു. ആര്? ഹല്ലേലൂയ, സർവശക്തിയുള്ള നമ്മുടെ സർവശക്തിയുള്ള നമ്മുടെ ദൈവമായ കർത്താവ് രാജ്യത്വം ഏറ്റിരിക്കുന്നു. വായിക്കേ. താൻ സന്തോഷിച്ച് ഉല്ലസിച്ച് അവനെ മഹത്വം കൊടുക്കുക. ആർക്കാ രാജ്യത്വം ഏറ്റെടുക്കുന്ന? ആരാ? പിതാവാ. ഈ രാജ്യത്വം നമ്മളെ രാജകീയ പുരോഹിത വർഗം ആക്കേണ്ടതിന് ആര് അയച്ചത്? പുത്രനെ അയച്ചത്. ആരെ ആരാധിക്കാൻ അയച്ചത്? പുത്രനെ ആരാധിക്കാനാണോ? പുത്രൻ മുഖാന്തരം ആരെ ആരാധിക്കണം എന്ന് പറഞ്ഞേ? അപ്പൊ ന്യായപ്രമാണകാലത്ത് പുരോഹിതൻ മുഖാന്തരം ആരെ ആരാധിച്ചുകൊണ്ടിരുന്നത്? ദൈവത്തെ അവർ ആരാധിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ നമ്മുടെ മഹാപുരോഹിതനായിട്ട് ആരായിരിക്കുന്നത്? സ്വർഗത്തില് ക്രിസ്തു ദൈവത്തിന് വലതുഭാഗത്തിരിക്കുന്നതുകൊണ്ട് പുത്രൻ മുഖാനെ ആരെ ആരാധിക്കണം? രാജ്യത്വം ആർക്കാ ഏറ്റിരിക്കുന്നത്? ഹല്ലേലൂയ, സർവശക്തിയുള്ള നമ്മുടെ ദൈവമായ കർത്താവ്. മറ്റേ കർത്താവായ യേശു, ഇവിടെ ദൈവമായ കർത്താവ് എന്ത് ചെയ്യുന്നു? ഏറ്റിരിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 15:34 കൂടെ വായിച്ചതിന് ശേഷം ബാക്കിയിലേക്ക് വരാം. വായിച്ചാട്ടെ. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 15 അധ്യായം 34 വാക്യം. ചിലർക്ക് ദൈവത്തെ കുറിച്ചുള്ള പരിജ്ഞാനമില്ല. ഞാനിത് ലജ്ജയ്ക്കായി നിങ്ങളോട് പറയുന്നു. 15 അധ്യായം 27 മുതൽ ഒന്ന് വായിച്ചാട്ടെ. 27 മുതൽ. നിങ്ങൾക്ക് പരിജ്ഞാനമില്ല, ചിലർക്ക് ദൈവത്തെ കുറിച്ചുള്ള പരിജ്ഞാനമില്ല എന്ന് പറഞ്ഞിട്ട് പൗലോസ് പറയുകയാണ്. വായിക്കുക. സകലത്തെയും അവന്റെ പുത്രന്റെ കാൽ കീഴാക്കിയിരിക്കുന്നു എന്നുണ്ടല്ലോ. സകലവും അവന് കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സകലത്തെയും കീഴാക്കി കൊടുത്തവൻ ഒഴികെ അത്രേ എന്ന് സ്പഷ്ടം. വായിക്കും. എന്നാൽ അവന് സകലവും കീഴ്പ്പെട്ടു വന്ന ശേഷം, കേട്ടോ. വായിക്കേ. ദൈവം സകലത്തിനും സകലവും ആകേണ്ടതിന് പുത്രൻ താനും സകലവും പുത്രന് കീഴ്പ്പെടുത്തി കൊടുത്തവൻ എന്തായിരിക്കും? കീഴ്പ്പെട്ടിരിക്കും. ഇവിടെ വെളിപ്പാട് പുസ്തകത്തിന് എന്താ പറഞ്ഞത്? ദൈവമായ നമ്മുടെ സർവശക്തിയുള്ള നമ്മുടെ ദൈവമായ കർത്താവ് രാജത്വം ഏറ്റിരിക്കുന്നു. സകലവും കീഴാക്കി കൊടുത്തവൻ എന്ത് ചെയ്തു? യേശു എന്ത് ചെയ്തു? രാജ്യത്വം ആർക്ക് ഏൽപ്പിക്കും? ദൈവത്തിന് ഏൽപ്പിക്കും. അപ്പൊ ആര് ഏറ്റെടുക്കും രാജ്യത്വം? അപ്പൊ അവിടെ യഹോവ ഏകനെന്നും യഹോവയുടെ നാമം ഏകമെന്നും. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ വായിക്കുകയാണ്. ഹല്ലേലൂയ. സക്കറിയ പ്രവാചകന്റെ പുസ്തകം
14:9 കൂടെ ഒന്ന് വായിച്ചാട്ടെ, എന്നിട്ട് നമുക്ക് വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരാം. സക്കറിയ പ്രവാചകന്റെ പുസ്തകം 14:9. അന്നാളിൽ യഹോവ ഏകനും എന്ന് രാജത്വം ദൈവം ഏറ്റെടുത്തതിന് ശേഷം അന്നാളിൽ യഹോവ ഏകനും അവന്റെ നാമം ഏകവുമായിരിക്കും. അവന്റെ നാമം ഏകവുമായിരിക്കും. മതി. അല്ലെങ്കിൽ അന്നാളിൽ എന്ന് അല്ലെങ്കിൽ പുത്രൻ താൻ കീഴ്പ്പെട്ടിരിക്കുന്ന ഒരു സമയമുണ്ട്. അല്ലെങ്കിൽ ആ സ്തോത്രം പുത്രനാം ദൈവമായിട്ടല്ല, പുത്രൻ ആരായിട്ടാണ് കീഴ്പ്പെട്ടിരിക്കുന്നത്? അല്ലെങ്കിൽ ആ സ്തോത്രം അവിടെ എല്ലാം നമ്മൾ ആരായി? യേശു നമ്മളെ എങ്ങനെ വിളിച്ചത്? സഹോദരന്മാരെന്ന്. അല്ലെങ്കിൽ ആ സ്തോത്രം ഈ അറിവ് ആർക്കില്ല? വചനം മായയായിട്ട് എന്ത് ചെയ്തു? പഠിപ്പിച്ച് ആലേലിയ സ്തോത്രം നരകത്തിലേക്ക് അനേകരെ തള്ളിക്കൊണ്ടിരിക്കുക. ആലേലിയ സ്തോത്രം. അതുകൊണ്ട് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള ദൈവം ആരാ? ആലേലിയ സർവശക്തന. എന്നാൽ പുത്രനാണ് നമ്മളെ എന്ത് ചെയ്യുന്നത്? നമ്മളെ ചേർക്കാൻ വരുന്നത്. ഈ ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനും എവിടെ വരുന്നതിനെ കുറിച്ചാണ് പറയുന്നത്? ഇതാ മനുഷ്യരോട് കൂടെ ദൈവത്തിന്റെ വാസം. ആലേലിയ സ്തോത്രം. വെളിപ്പാട് പുസ്തകത്തിലേക്ക് തന്നെ വരാം, 19 അധ്യായത്തിലേക്ക് വരാം. അതിന്റെ 6 മുതൽ വായിച്ചാട്ടെ. സർവശക്തിയുള്ള നമ്മുടെ ദൈവമായ കർത്താവ് രാജത്വം ഏറ്റിരിക്കുന്നു. നാം സന്തോഷിച്ച് ഉല്ലസിച്ച് ആ ദൈവത്തിന് മഹത്വം കൊടുക്കുക. ഇനി രണ്ടാമത് പറയാണ്, കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ. വൈകി യേശു കർത്താവ് ഒരു ഉപമ പറഞ്ഞു. അവിടെ വിവാഹത്തിന് കൊടുക്കുന്നുമില്ല, വിവാഹത്തിന് വാങ്ങുന്നുമില്ല. അവിടെ എല്ലാവരും ആരായിത്തീരും? ദൂത തുല്യരായിത്തീരും. ദൂതന്മാരുടെ ജോലി എന്താ? ഹല്ലേലൂയ സ്തോത്രം. ഇപ്പൊ നമ്മള് വെളിപ്പാട് പുസ്തകത്തിൽ വായിച്ചത് എങ്ങനെയാ? പരിശുദ്ധൻ 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 എന്ന്. എങ്ങനെയാ? രാവും പകലും വിശ്രമം കൂടാതെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ആരാധിച്ചുകൊണ്ടിരിക്കുക. അവിടെ നമ്മൾ വിശ്രമം കൂടാതെ ആരെ ആരാധിക്കും? രാജത്വം ആര് ഏറ്റെടുക്കും? ഹല്ലേലൂയ സ്തോത്രം. രാജത്വം ഹല്ലേലൂയ ദൈവം എന്ത് ചെയ്യും? ഏറ്റെടുക്കും. ഹല്ലേലൂയ സ്തോത്രം. വായിച്ചാട്ടെ, താഴോട്ട് വായിക്കും. കൃപ ലഭിച്ചിരിക്കുന്നു. അവരുടെ വിശുദ്ധ വസ്ത്രം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വിശുദ്ധന്മാരുടെ നീതി പ്രവർത്തികൾ തന്നെ. പിന്നെ അവൻ ക്ഷണിക്കപ്പെട്ടവരാരാന്ന് പറഞ്ഞേ? ഭാഗ്യവാന്മാർ എന്ന് എഴുതുക. ഇത് ദൈവത്തിന്റെ സത്യവചനം. എന്നാണ് കുഞ്ഞാട്ടിന്റെ കല്യാണ ദിവസം. അവർ കല്യാണം എന്ന് പറയുന്നത് എന്താ? ഒരു സന്തോഷകരമായി എല്ലാവരും വന്ന് കൂടുന്ന ഒരു സമയം അല്ലേ? ആരുടെ കല്യാണമായാലും നമ്മളെ ക്ഷണിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? പോയിട്ട് എന്ത് ചെയ്യും? അതിൽ പങ്കെടുക്കുക. എന്തുകൊണ്ടാണ്? അതിൽ അവരുടെ സന്തോഷത്തിൽ നമ്മളും എന്ത് ചെയ്യുക? പങ്കുചേരുക. ഇവിടെ കുഞ്ഞാടിന്റെ കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾ സകലര് കുഞ്ഞാടിന്റെ രക്തത്താലാണ് നമ്മൾ കഴുകപ്പെട്ടത് അല്ലേ? നമ്മുടെ അങ്കി എങ്ങനെയാ വെളുപ്പിച്ചത്? കുഞ്ഞാടിന്റെ രക്തത്താൽ വെളുപ്പിച്ചിട്ട് എന്തിനാ? ദൈവത്തെ സർവശക്തനെ ആരാധിപ്പാൻ വേണ്ടിയിട്ടാണ്. അവനാണ് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനും. ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം. എന്നിട്ട് 21 അധ്യായം എന്ന് വായിച്ചാട്ടെ. 21 അധ്യായത്തിന്റെ വെളിപ്പാട് തന്നെ 1 മുതൽ വായിച്ചാട്ടെ. ഞാൻ എന്നിട്ട് പറയാണ്, ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. അതിനു മുമ്പ് ഹല്ലേലൂയ സ്തോത്രം വെളിപ്പാട് 19-ന്റെ 10 കൂടെ ഒന്ന് വായിച്ചിട്ട്, അത് വായിച്ചില്ല. ഞാൻ അവനെ നമസ്കരിക്കേണ്ടതിന് വായിക്കും. ഇത് ദൈവത്തിന്റെ സത്യവചനം എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ അവനെ നമസ്കരിക്കേണ്ടതിന് അവന്റെ കാൽക്കൽ എന്ത് ചെയ്തു? അപ്പോൾ അവൻ എന്നോട്, അതരുത്, ഞാൻ നിനക്കും യേശുവിന്റെ സാക്ഷ്യമുള്ള നിന്റെ സഹോദരന്മാർക്കും സഹഭൃത്യനത്രേ ആത്മാവ് തന്നെ എന്ന് പറഞ്ഞു. ദൈവത്തെ നമസ്കരിക്കാനാണ് ആര് പറഞ്ഞത്? ദൂതൻ പറഞ്ഞത്. ഹല്ലേലൂയ. അത് ഈ ദൂതൻ ആരയച്ചതാ? യേശു അയച്ച ദൂതനല്ലേ? ഹല്ലേലൂയ. എങ്ങനെയാ വെളിപ്പാട് പുസ്തകം തുടങ്ങുന്നത്? ദൈവം അത് അവന് കൊടുത്തു. അവൻ തന്നെ ദൂതൻ മുഖാന്തരം യോഹന്നാന് പ്രദർശിപ്പിച്ചു. ഹല്ലേലൂയ സ്തോത്രം. അപ്പൊ ദൂതൻ, ഹല്ലേലൂയ, ദൂതനെല്ലാം ആർക്കാ കീഴ്പ്പെട്ടിരിക്കുന്നത്? പുത്രനാ കീഴ്പ്പെട്ടിരിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. ഇനി 21 അധ്യായത്തിലേക്ക് വന്നാം. 1 മുതൽ. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞു പോയി, സമുദ്രവും ഇനിയില്ല. ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള ദൈവസന്നിധിയിൽ തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. കണ്ടോ? അവിടെ ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി. എവിടെയാ വരുന്നത്? ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവെന്ന് പറഞ്ഞാൽ എവിടെയാ വരുന്നത്? ഇതാ മനുഷ്യരോട് കൂടെ ദൈവത്തിന്റെ കൂടാരം, അവൻ അവരോട് കൂടെ വസിക്കും. അവിടെയാ വരുന്നവൻ. മനസ്സിലായോ? പുത്രനും വരുന്നുണ്ട്, പിതാവും വരുന്നുണ്ട്. പിതാവ് എപ്പോഴാ വരുന്നേ?
ആ രാജ്യത്വം പ്രാപിച്ചിട്ട് ഹല്ലേലൂയ പുതിയ ആകാശം പുതിയ ഭൂമിയിലേക്ക് ആര് വരുന്നത്? അതാ ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായ സർവശക്തിയുള്ള ദൈവം. മറ്റേ പുത്രനാണോ? ഇരിക്കുന്നവനും ഇരുന്നവനും സർവശക്തിയുള്ള ദൈവം പുത്രനാണോ? അപ്പോൾ ഒൺലി ജീസസുകാർക്ക് എന്ത് പറ്റി? ദൈവത്തിന്റെ വചനത്തെ എന്ത് ചെയ്തില്ല? ഇടർച്ചക്കല്ലും തടങ്ങൽ പാറയായതുകൊണ്ട് അതിൽ തട്ടി എന്ത് ചെയ്തു? അവർ വീണു. ഹല്ലേലൂയ സ്തോത്രം. വായിച്ചാട്ടെ. ആ അപ്പൊ യേശു, യഥാർത്ഥ യേശു നാമക്കാർക്ക് ആരൊക്കെ ഉണ്ട്? പിതാവുണ്ട്, പുത്രനുമുണ്ട്. പിതാവ് ആരാ? സർവശക്തിയുള്ള ദൈവം, അതായത് സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ ദൈവം. പിന്നെ പുസ്തകം വാങ്ങുന്നവൻ ആരാ? നമ്മുടെ കർത്താവ്. രാജ്യം ആരെ ഏൽപ്പിക്കും? രാജ്യത്വം അന്നേരം പിതാവ് ഏൽക്കും. ആരാ രാജ്യം കൊടുക്കുന്നത്? പുത്രൻ രാജ്യം പിതാവിനെ ഏൽപ്പിക്കുമ്പോൾ ഹല്ലേലൂയ രാജ്യത്വം ആര് ഏറ്റെടുക്കും? പിതാവ് ഏറ്റെടുത്തിട്ട് പുത്രൻ താൻ പിതാവിനെ എന്ത് ചെയ്യും? കീഴ്പ്പെട്ടിരിക്കും. ഹല്ലേലൂയ സ്തോത്രം. ഇതാ ഞാൻ മനുഷ്യരോട് കൂടെ ദൈവത്തിന്റെ കൂടാരം, അവൻ അവരോടുകൂടെ വസിക്കും, അവർ അവന്റെ ജനമായിരിക്കും. വായിക്കും. അപ്പൊ അവരോട് കൂടെ ഇരിക്കണമെങ്കിൽ അവൻ എന്ത് ചെയ്യണം? ദൈവം താൻ ദൈവം അവരോട് കൂടെ ഇരിക്കണമെങ്കിൽ ദൈവം എന്ത് വരണം? നമ്മുടെ അടുത്ത് വരണം അല്ലേ? അല്ല, ഇപ്പൊ നമ്മുടെ അടുത്ത് ദൈവം വരുന്നുണ്ട്. എങ്ങനെയാ വരുന്നത്? ആത്മാവായിട്ട് വരുന്നുണ്ട് അല്ലേ? പരിശുദ്ധ ആത്മാവെന്ന് പറഞ്ഞാൽ പിതാവും പുത്രനും ഒന്നായിരിക്കുന്ന ആത്മാവിനെയാണ് പരിശുദ്ധാത്മാവെന്ന് പറയുന്നത്. ഹല്ലേലൂയ സ്തോത്രം. വായിച്ചാട്ടെ. അവരുടെ കണ്ണിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. അല്ലെങ്കിൽ ഇനി പിതാവും പുത്രനും ഒന്നായിരിക്കുന്ന, പിതാവെ നീ എന്നിലും ഞാൻ നിന്നിലും ആകുന്ന പോലെ അവർ നമ്മിലായിരിക്കണം. പിതാവും പുത്രനും ഒന്നായിരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ പിതാവും പുത്രനും ഒരാളായിട്ടല്ല. എത്ര പേരാ? 2 പേരാണ്. അവരെങ്ങനെയായി വരുന്നത്? അവരുടെ ശക്തി എങ്ങനെയായിട്ടാണ് വരുന്നത്? ഒന്നായി നമ്മളിൽ എന്ത് ചെയ്യുക? വസിക്കുക. ഹല്ലേലൂയ സ്തോത്രം. വായിച്ചട്ടെ. ദൈവം താൻ അവരുടെ ദൈവമായി അവരോട് കൂടി ഇരിക്കും, അവൻ അവരുടെ കണ്ണിൽ നിന്ന് എന്ത് ചെയ്യും? കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഇനി മരണം ഉണ്ടാകില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടായില്ല. ഒന്നാമത്തത് സിംഹാസനത്തിൽ എത്ര പേരുണ്ടെന്നാ പറഞ്ഞേ? ഒരുവൻ. ഇതാ ഞാൻ സകലതും പുതുതാക്കുന്നു. ഈ വചനം വിശ്വാസയോഗ്യമായ വചനമാണ് ഞാൻ ഈ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ഹല്ലേലൂയ സ്തോത്രം. ഈ വചനം എന്താന്ന് പറഞ്ഞേ? വിശ്വാസയോഗ്യമായി തന്നെ. ഹല്ലേലൂയ സ്തോത്രം. അപ്പൊ സിംഹാസനത്തിൽ എത്ര പേരുണ്ട്? ഒരുവൻ ഇരിക്കുന്നു. ഹല്ലേലൂയ. ഈ വചനം വിശ്വാസയോഗ്യവും സത്യമാകുന്നതെന്ന് അവൻ കൽപ്പിച്ചു. പിന്നെയും അവൻ എന്നോട് അരുളി ചെയ്തത്, ഞാൻ അൽഫയും ഒമേഗയും ആദിയും അന്തവുമാകുന്നു. ജീവനീരിൽ നിന്ന് എന്ത് ചെയ്യും? സൗജന്യമായി കൊടുക്കും. ജയിക്കുന്നവന് ഇത് ഞാൻ ആരാ ഇത് പറയുന്നേ? പിതാവായ ദൈവം പറയും, ഞാൻ ദൈവവുമായിരിക്കും, അവൻ എനിക്ക് മകനുമായിരിക്കും. എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, കൊലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും ഭോഷ്ക് പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധവും. ഇത് രണ്ടാമത്തെ മരണം. അപ്പൊ ഭോഷ്ക് പ്രവചിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്നവർക്കൊക്കെ എവിടത്തെ മരണം ഉണ്ടെന്നാ പറഞ്ഞേ? രണ്ടാമത്തെ മരണമുണ്ട്. അപ്പോൾ ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള ദൈവം ആരാ? പിതാവായ ദൈവമാണ്. അവൻ എവിടെ വരുന്നതിനെ കുറിച്ചാണ് ആ ദൈവത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്? ഇതാ മനുഷ്യരോട് കൂടെ ദൈവത്തിന്റെ വാസം. അവൻ രാജ്യത്വം ഏറ്റതിന് ശേഷം രാജ്യം ആരെ ഏൽപ്പിക്കുന്നത്? പുത്രൻ താൻ പിതാവിന് എന്ത് ചെയ്യും? രാജ്യം പിതാവിനെ ഏൽപ്പിച്ചിട്ട് പുത്രൻ താൻ പിതാവിന് എന്ത് ചെയ്യും? കീഴ്പ്പെട്ടിരിക്കും. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് ഹല്ലേലൂയ യേശുവിനെ കർത്താവെന്ന് ഹല്ലേലൂയ വാ കൊണ്ട് ഏറ്റു പറയുന്നവനൊക്കെ ആരുടെ മഹത്വത്തിനായിട്ടാണ് പറയുന്നുകൊണ്ടിരിക്കുന്നത്? ദൈവത്തിന്റെ മഹത്വത്തിനായിട്ട് പറയുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള ദൈവം ആരാന്നുള്ള അറിവ് ഹല്ലേലൂയ സ്തോത്രം ദൈവം നമുക്ക് നൽകിയതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കണ്ണുകൾ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, അവിടുത്തെ പുത്രനെ ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ വിശുദ്ധിയുടെ നാമത്തിൽ പരിശുദ്ധ ദൈവത്തിന്റെ സന്നിധി ഞങ്ങൾ കടന്നു വരുന്ന അപ്പാ പിതാവേ, നിന്റെ സന്നിധിയിലേക്ക് കർത്താവേ ഹല്ലേലൂയ ഞങ്ങൾ പഠിച്ചതായ കർത്താവേ, ദൈവം ഞങ്ങളെ പഠിപ്പിച്ചതായ വചനത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള ദൈവമേ, നിന്റെ കയ്യിൽ നിന്ന് പുസ്തകം വാങ്ങിയ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ സ്തോത്രം. രാജ്യം പിതാവിനെ ഏൽപ്പിച്ചിട്ട് പുത്രൻ താൻ പിതാവിന് കീഴ്പ്പെട്ടിരിക്കുന്ന ദൈവവചന പ്രകാരം കർത്താവെ അനേകർക്ക് അറിവില്ലാതെ ഹല്ലേലൂയ സ്തോത്രം പുത്രനാ ദൈവം വരുന്നുവെന്ന് ഹല്ലേലൂയ കാത്തിരുന്നുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം ലൂസിഫറാകുന്ന സാത്താനെ ആരാധിച്ചുകൊണ്ട് ഹല്ലേലൂയ ലോകത്തിന്റെ മോഹത്തിലേക്ക് ഓടുമ്പോൾ സത്യദൈവത്തെ അറിയുന്ന അറിവ് അവർക്ക് കൊടുക്കണമേ കർത്താവെ. ഏകദൈവത്തെ ഏകപുത്രനെ അറിയുന്ന അറിവ് കൊടുക്കണമേ. വെളിപ്പാട് പുസ്തകത്തെ കുറിച്ചുള്ള പരിജ്ഞാനം അവർക്ക് കൊടുക്കണമേ നാഥ. ഹല്ലേലൂയ ദൈവം അങ്ങനെ ചെയ്യുന്നതായ സ്തോത്രം കൃപയോടിക്കണം ബലപ്പെടുത്തണമേ. അടിയങ്ങൾ പ്രാർത്ഥിച്ച സകല വിഷയത്തിന്റെ ദൈവകരം ഉണ്ടാകണം കർത്താവെ. വചനം കേൾക്കുന്ന ഓരോരുത്തരുടെ പേരും
ദൈവത്തിൻ്റെ കരം ഇറങ്ങണം കർത്താവെ. ദൈവത്തെക്കുറിച്ചും പുത്രനെ കുറിച്ചുള്ള അറിവ് കൊടുക്കണമേ. നാമത്തിൻ്റെ കൃപ അവരുടെ മേൽ ഇറങ്ങണം, അവരുടെ ഭവനങ്ങളിൽ ഇറങ്ങണം, അവരുടെ മക്കളുടെ മേൽ ഇറങ്ങണം. വിദ്യാഭ്യാസത്തിൽ, ജോലിയിലെല്ലാം ദൈവകരം ഉണ്ടാകണം കർത്താവ്. സാമ്പത്തിക ആവശ്യത്തിന്മേലെല്ലാം, ശരീരാത്മതയിലെല്ലാം കർത്താവിൻ്റെ കൃപയുണ്ടാകണം. കർത്താവിൻ്റെ വരവരി, ദൈവപുത്രൻ്റെ വരവരി, ദൈവം മാത്രം അറിയുന്ന ആ പുത്രൻ്റെ വരവരി അവരെ സൂക്ഷിക്കണമേ പിതാവേ. വീഴാവണ്ണം ഞങ്ങളെ സൂക്ഷിച്ചത് തൻ്റെ മഹിമയുടെ സന്നിധിയിൽ കളങ്കമില്ലാത്തവരെ ആനത്തോടെ നിർത്താൻ ശക്തിയുള്ളവരെ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഏകദൈവത്തിന് എന്നേക്കും മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ആമേൻ.